പീരിമേട് മേലെഴുത ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ തോട്ടം മേഖലയുടെ ആവേശമായ വോളിബോൾ മാമാങ്കത്തിന് തുടക്കം കുറിച്ചു. ഏപ്രിൽ 25-ാം തീയതി മുതൽ മെയ് 1-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഓൾ ഇന്ത്യ വോളിബോൾ ടൂർണമെന്റാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലോകോത്തര നിലവാരമുള്ള പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഫാൻ, AC, എയർ കൂളർ തുടങ്ങി ഹോം അപ്ലയൻസസുകളും ക്രോക്കറി ഐറ്റംസ്, സ്റ്റീൽ പാത്രങ്ങൾ കൂടാതെ ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി തുടങ്ങിയ ബ്രാൻഡഡ് കമ്പനികളുടെ മൊബൈൽ ഫോണുകളും ഇപ്പോൾ ഒരു കുടക്കീഴിൽ. പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അതിവിപുലമായ ഓഫറുകളും നിങ്ങൾക്കായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം 0 ഡൗൺ പേയ്മെന്റിൽ EMI-യിലൂടെ നിങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാനും സൗകര്യം. ഇനി വണ്ടിപ്പെരിയാറിൽ ഹോം അപ്ലയൻസസുകൾക്ക് ഒരേ ഒരു പേര്, സെൽ പോയിന്റ് ഹോം അപ്ലയൻസസ്, അസംഷൻ ദേവാലയത്തിന് എതിർവശം, സെൻട്രൽ ജംഗ്ഷൻ, വണ്ടിപ്പെരിയാർ. തോട്ടം മേഖലയെ ആവേശത്തിലാക്കി വോളിബോൾ ടൂർണമെന്റ് ആരംഭിച്ചിരിക്കുകയാണ്. ലഹരി പദാർത്ഥങ്ങൾ അല്ല നമ്മുടെ ലഹരി, കളിയും കളിക്കളവുമാണ് എന്ന സന്ദേശം യുവജനങ്ങളിലേക്ക് നൽകിക്കൊണ്ടാണ് ഇത്തവണത്തെ ടൂർണമെന്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് ഏപ്രിൽ 25-ാം തീയതി മുതൽ 1-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഓൾ ഇന്ത്യ വോളിബോൾ ടൂർണമെന്റ് നടത്തപ്പെടുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ ഫെഡ്ലൈറ്റ് സംവിധാനത്തോടു കൂടിയുള്ള മൈതാനത്തിലാണ് വോളിബോൾ മാമാങ്കം നടത്തപ്പെടുന്നത്. 25-ാം തീയതി വൈകിട്ട് 6 മണിയോടുകൂടി പതാക ഉയർത്തി തിരി തെളിയിച്ചുകൊണ്ട് വോളിബോൾ മത്സരം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ആദ്യ മത്സരത്തിൽ ന്യൂ സ്റ്റാർ ഇടുക്കി, ഹൈറേഞ്ച് ഇലക്ട്രിക്കൽ പാമ്പനാർ എന്നിവരാണ് ഏറ്റുമുട്ടിയത്. തുടർന്ന് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പ്രമുഖ ടീം അംഗങ്ങൾ വോളിബോൾ മത്സരത്തിൽ പങ്കാളികളാവുകയും ചെയ്യും. 1-ാം തീയതിയാണ് ഫൈനൽ നടക്കുന്നത്. 1-ാം സമ്മാനം ശ്രീകൃഷ്ണൻ മെമ്മോറിയൽ സ്റ്റാൻഡിംഗ് ട്രോഫിയും തിരുപ്പതി മാനേജിംഗ് ഡയറക്ടർ നൽകുന്ന 60,000 രൂപയുമാണ്. 2-ാം സമ്മാനം ആന്റണി എവറസ്റ്റ് നാടാർ റോളിംഗ് ട്രോഫിയും 40,000 രൂപയും കൂടാതെ മറ്റ് പ്രോത്സാഹന സമ്മാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തോട്ടം മേഖലയുടെ പ്രധാന ആവേശം കൂടിയായ വോളി 2026 കാണുന്നതിനായി മുഴുവൻ വോളിബോൾ പ്രേമികളെയും മേലെഴുതയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. ആളുകൾ താമസിക്കുന്ന ഈ മേലെഴുതിയിലെ ബ്രദേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഈ വോളിബോൾ ടൂർണമെന്റ് നടത്താൻ കഴിയുന്നുണ്ട്. ഈ വേനൽക്കാലത്ത് വെക്കേഷൻ സമയത്ത് കുട്ടികൾ മറ്റു മയക്കുമരുന്നിനും മറ്റും അടിമയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൂർണമെന്റ് നടത്തുന്നത്. 1 മാസം കാലത്തോളം ഈ ഗ്രൗണ്ടുകൾ ഒരുക്കുകയും ഇതിന്റെ കളികൾ നടത്താൻ വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടാണ് നമ്മൾ ഈ നടത്തുന്നത്. യുവതലമുറയ്ക്ക് ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും മാറി ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ടൂർണമെന്റ് മേലെഴുതിയിൽ നടക്കുന്നത് എന്ന് ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ യുവ ടീം അംഗം പറഞ്ഞു. ഈ ബ്രദേഴ്സ് മേലെഴുത ഒരുക്കി തന്ന ഈ ടൂർണമെന്റ് ഞങ്ങൾക്ക് കുട്ടികൾക്ക് കാണാനും കണ്ട് ആസ്വദിക്കാനും ഭാവിയിൽ നല്ലൊരു വോളിബോൾ പ്ലെയർ ആകാനും പറ്റും. പിന്നെ അതല്ലാതെ ഞങ്ങൾ ഈ ബ്രദേഴ്സ് മേലെഴുത ഒരുക്കി ഈ ടൂർണമെന്റിന് പുറകിൽ കുറെ മേലെഴുതയിലെ തോട്ടം തൊഴിലാളികളും ബ്രദേഴ്സ് മേലെഴുതിലെ ക്ലബിലെ അംഗങ്ങളുമാണ് ഈ ടൂർണമെന്റ് നന്നായി കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്തത്. പ്രദേശത്തെ നിരവധിയായ ആളുകളാണ് വോളിബോൾ മാമാങ്കം കാണുന്നതിനായി സ്റ്റേഡിയത്തിൽ എത്തിയിരുന്നത്. ക്ലബ്ബ് ഭാരവാഹികളായ പ്രസിഡന്റ് റീഗൻ രാജ്, സെക്രട്ടറി സുദർശൻ, ട്രഷറർ ജയ്മോൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് വോളിബോൾ മാമാങ്കം സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പീരിമേട്.